എന്താ കാട്ടിങ് നിക്കണ്? ഇതൊക്കെ എന്തിനാ അമ്മ ചെത്തി ഇതാക്കാൻ നിക്കണ്? ഉമ്മ ഉള്ള പണികള് ചെയ്യാണ്ട് മിണ്ടാണ്ട് ഓരോരുത്തിരിക്കൂടെ? അതെ, രണ്ടാളും കൂടി ആകുമ്പോ വേഗം പണികൾ കഴിക്കില്ലേ മോളെ? എന്റെ മോൾ ഒറ്റക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോ അതൊന്നും കൊഴപ്പില്ല. സാരല്ല, ഉമ്മ 4 ദിവസം വന്ന് നിൽക്കുമ്പോഴല്ലേ മോൾക്കൊന്ന് സമാധാനം. അല്ലെങ്കിൽ മോൾ ഒറ്റക്ക് ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ ഉമ്മ അവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. എന്നിട്ട് ഉമ്മ ഇവിടെയും വന്നിട്ട് പണികൾ ചെയ്യാ. ഉമ്മ അവിടെ പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്ന ചായ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊണ്ടുവരാം. ചെല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ ഉമ്മ? ഉമ്മ എന്തിനും എടുത്തിട്ട് ഓരോന്ന് ചെയ്യാൻ നിക്കണ്? അതെ, ഇത് ഉമ്മ ചെയ്യാത്ത പണികളൊന്നും അല്ല മോളെ. ഇതൊക്കെ ഉമ്മക്ക് ചെയ്യാൻ എന്താ ഒരു കുഴപ്പമില്ല. അതൊന്നും വേണ്ട. ഉമ്മക്ക് ഒന്നാമത് വയ്യാത്തത്, പിന്നെ ഈ ഷുഗറും BP ഒക്കെ ഉള്ളതിന്റെ ഇടയിലാണ് ഈ ഓരോ പണികൾ ചെയ്യാൻ നിൽക്കണം. ഉമ്മ അവിടെ പോയി ഇരിക്കും, ഞാൻ ചായക്കോ കടിക്കോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. ചെല്ലേ, ഞാൻ കൊണ്ടുവരാം. ഒരു പണി ചെയ്യാൻ വിടില്ല മോള്. എന്നെ കൊണ്ട് അരുവത്തിരുത്തിയിട്ട് മോളൊരു പണി ചെയ്യിപ്പിക്കുന്നില്ല. അവൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തു കൊടുക്കണം. വയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ വിടുന്നില്ല. എൻ്റെ മോളൊറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. എന്തെങ്കിലുമൊക്കെ നമ്മളും ചെയ്തു കൊടുക്കുമ്പോൾ അവൾക്കൊരു സമാധാനമായില്ല. അപ്പോൾ നമ്മുടെ മക്കളുടെ വേദന നമ്മളെ തള്ളാരെല്ലാം അറിയുക. ചെയ്യാൻ വിടില്ല പറഞ്ഞാൽ എന്താ ചെയ്യുക? മോനെന്തെന്ന് പണിയില്ലേ? തിരിച്ചു വരുന്നുണ്ടല്ലോ. കാലത്ത് നേരത്തെ പോയിട്ട് പണി ഉണ്ടാവില്ലായിരിക്കും. ഈ തള്ളക്ക് എന്താ പറയുക, പണിയൊന്നുമില്ലോ, ഉമ്മർക്ക് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. ഇന്ന് പണിയില്ല മോനെ? ചോദിച്ചതിനൊന്നും മിണ്ടാണ്ട് പോണ്. പണിയില്ലാണ്ടാവും, നല്ല ടെൻഷൻ എന്തെങ്കിലും ആവും. അയ്യോ, ഉമ്മക്ക് ഷുഗറിന്റെ മരുന്ന് കഴിക്കാനുള്ളേ. ഞാനാണെങ്കിൽ ചായ വെച്ചു കൊടുത്തിട്ടില്ല. അതെന്തിനാ ചെയ്ത് കൊടുക്കാം. നാളെ മേടിച്ച റസ്ക് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തെങ്കിലും ഉമ്മക്ക് എടുത്ത് കൊടുക്കാം. ചായൻ്റെ ഒപ്പം എവിടെ ഉണ്ടായിരുന്നു? ബ്രെഡ് ഉണ്ട്, ഏതാ വേണമെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് കൊടുക്കാല്ലേ. ഇരിക്കട്ടെ, ചായ ആവണില്ല നേരത്തെ. ചായ തിളക്കട്ടെ എന്നല്ലേ. ഇതാ നിങ്ങളെന്താ പോകുന്നത്? എന്ന് പണിക്കെന്നൊക്കെ പറഞ്ഞ് രാവിലെ ചോറൊക്കെയിട്ട് പോയിട്ട്. ഒന്നും പറയണ്ട, പണിക്ക് എന്നിട്ട് ചോറൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ സൈറ്റിൽ പോയപ്പോഴാ പറയണെന്ന് പണിയില്ലത്രേ. ഇല്ലേ? ആ, 2 പേര് ഞാനും. അവർക്ക് വിളിച്ചു പറഞ്ഞൂടെ? അതന്നെ, അവിടെ എത്തിയതിനു ശേഷം ഒക്കെ പറയുള്ളൂ. എന്താ ചെയ്യാ? എന്നിട്ട് ഞാനും ആ സനലും കൂടിയിട്ട് തിരിച്ചുപോയി. ബാക്കി എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, രാവിലെ തന്നെ വിളിച്ചു വെച്ചിരിക്കുന്നു. എന്താന്നറിയില്ല. ഇതെന്താ രാവിലെ തന്നെ തിരക്കാണല്ലോ? എന്താ സ്പെഷ്യൽ? സ്പെഷ്യലൊന്നുമില്ല, ഞാന് ഉമ്മക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇത്തിരി കട്ടൻ ചായയും വെച്ച് റസ്കും കൊടുക്കാന്ന് വെച്ചിട്ടിരിക്കുന്നു. ഉമ്മ എടുത്തിട്ട് കറുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല നിന്നതാണ്. ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്റെ ഉമ്മ രാവിലെ തന്നെ ഉമ്മർത്ത് വന്നിരിക്കുന്നുണ്ടല്ലോ, പിടിച്ച് ഉള്ളിലെങ്ങാനും ഇരുത്തിക്കൂടെ? ഞാനെന്നെ ചെന്നിരിക്കാൻ പറഞ്ഞു. ആ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവരൊക്കെ ഇങ്ങനെ നോക്കുക. അതിനെന്താ, ഉമ്മാക്ക് വീട്ടിലിരുന്നിരുന്ന് മതിയുണ്ടാവും. അതെ, നിന്റെ ഉമ്മാക്ക് ചായ കൊടുക്കണൊക്കെ ശരി. ആദ്യം എനിക്കൊന്ന് ചായ ഇട്ടേ, ഞാൻ ചായ കുടിച്ചിട്ടില്ല. ആ ചോറ് ഞാൻ വണ്ടിയിൽ വെച്ചിരിക്കുക, അത് എടുത്തിട്ടില്ല. എനിക്കൊരു ചായ ഇട്ടേ. ശരിക്കും ഞാൻ കഴിക്കാൻ എടുക്കാം. ചായ എടുത്തിട്ട് വരാം. സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. ചായ കൊണ്ടുവരട്ടെ? ചായ കൊണ്ടുവരാം. ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്തായാലും ഇന്ന് പണിയില്ലല്ലോ. നമുക്ക് മറ്റേ തൃശ്ശൂർ ആ മൃഗശാല ഇല്ലേ, ആ പഴയ മൃഗശാല, നമ്മൾ അന്നൊക്കെ പോയില്ലേ? അത് പൂട്ടിയില്ലേ? പൂട്ടി കിടക്കായിരുന്നു. പക്ഷെ എത്ര 10 ഏക്കറോ 20 ഏക്കറോ അത്ര അങ്ങോട്ട് വലിയൊരു പാർക്ക്, അതിന് സുവോളജിക് പാർക്ക് എന്ന് പറയാ. അത് പുത്തൂര് എവിടെയുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ആ, തൃശ്ശൂര് പുതിയ തന്നെ. ഇപ്പൊ നമ്മൾ അന്ന് പോയത് ചെറുതായിരുന്നു, ഇന്ന് ഗംഭീര വലുതാക്കിയിട്ട് കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്നലെ അങ്ങോട്ട്. ഇന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പോയാലോ? ആ, കുറെ മൃഗങ്ങളുണ്ട്. മയില്, ഒട്ടകം, ആന, സിംഹം, കടുവ എല്ലാം ഉണ്ട്. പണ്ടത്തിനെക്കാട്ടി വലിപ്പുണ്ട്, പണ്ടത്തിനെക്കാട്ടി കൂടുതൽ മൃഗങ്ങളും ഉണ്ട്. എന്തായാലും പണിയില്ലല്ലോ.
എന്നാ ഞങ്ങള് വേഗം പണികള് തീർക്കട്ടെ. ഞാൻ പണികൾ തീർത്ത് നമുക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും കൂടി പോവാലോ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ നിങ്ങള് ദോശ കഴിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരുന്ന, നമുക്ക് പോവാം. ശരിക്കത് ചായ. അതേ വിചാരിക്കണ്ട, നിങ്ങള് പറഞ്ഞോണ്ടാണ് റെഡി ആവാൻ പോണത്. ഉള്ള പണികളൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് അതിന്റെ ഉള്ളിലല്ലോ. നമുക്ക് സിനിമയൊക്കെ കണ്ട് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വരാന്ന്. ശരി തന്നെ. ഇന്നാള് ഇതുപോലെ റെഡി ആവാൻ പറഞ്ഞാണ്ട് പിന്നെ നിങ്ങള് ഒരു വഴിക്ക് പോയ ടീമല്ലേ, അതാ ഞാൻ പറയുന്നത്. അതൊന്നും മറന്നുപോയതല്ലേ. ഇന്നിപ്പോ ഇവിടെ തന്നെ ഇല്ലേ, ഞാൻ ദോശ കഴിച്ചിട്ട് കുളി കഴിഞ്ഞു നേരെ നമുക്ക് റെഡി ആവാൻ പോവാ. വേറെ എവിടേക്ക് ഞാൻ പോകില്ല. വേഗം റെഡി ആയിക്കോ. ഭക്ഷണം ഒന്നും കരുതാണ്ട്, അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, ബിരിയാണി കഴിക്കാം. അത് വേണമെങ്കിൽ ആ കൊള്ളി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചോ. ശരി. എന്തായാലും ഒന്നും ചെയ്യണ്ടെന്ന് സ്ഥിതിക്ക് എല്ലാം ഒന്നും ശരിയാക്കാനുണ്ട്. കഴുകി ഫ്രിഡ്ജിൽ കയറ്റിയ പണി കഴിഞ്ഞു. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ഉമ്മാൻ്റെ അടുത്ത് അതിൻ്റെ പറയട്ടെ. ആദ്യം ഇവിടെ വെള്ളം നിറയട്ടെ. സിബിയൊക്കെ കഴിക്കിട്ടപ്പ വരാം. ഉമ്മ ചായ റസ്ക് ഒക്കെ കഴിച്ചാ? മരുന്ന് കഴിച്ചാ? ചായ റസ്കും കുടിച്ചു മോളെ, മരുന്ന് കഴിച്ചു. വന്നിരുന്നേ ഉള്ളു. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇക്കൊന്നും പണിക്കൊന്നും പോണില്ലല്ലോ, പണിയില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതപ്പം. ഇവിടെ അടുത്തിപ്പോ പുതിയ മൃഗശാല തുടങ്ങിയിട്ടില്ല, അങ്ങോട്ട് പോവാന്ന് പറയുന്നുണ്ട് ഇക്ക. ഉമ്മ വേഗം റെഡിയാവും, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. എന്ത് മൃഗശാലയാ? പോവമ്മ നമുക്ക്. നാണല്ല മോളെ, ഉമ്മ എന്തില്ല പറയണ, നല്ല രസമായിരിക്കും അവിടെ. കൊറേ മൃഗങ്ങളുണ്ട്, പണ്ടത്തെ പോലെ ഒന്നും അല്ല. പണ്ടൊരു ചെറിയ മൃഗശാലയൊന്നുമില്ലേ നമ്മള് ആദ്യം പോയിന്നപ്പം. ഇപ്പൊ അത് വലുത്, എന്തോ ഏക്കർ കണക്കിലെടുത്തു എന്നൊക്കെ ഇക്ക പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി പോവാമ്മ. പോയിട്ട് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് അറിയണം. ഉമ്മ റെഡിയാവാൻ മാത്രം മതിയില്ലേ. നിങ്ങൾ രണ്ടാള് പോയിട്ട് ഉമ്മ എന്ത് വേണ്ടെന്ന് പറയും. ഉമ്മ അവിടെ എന്തോരം മൃഗങ്ങളാണ്, നമ്മളൊന്നും ഇന്നേ വരെ കാണാത്ത എല്ലാവിധ ജീവികളും അവിടെ ഉണ്ട്. ഇതൊക്കെ കാണാൻ കിട്ടണപ്പോ ഒരു ഇതന്നെ ഇല്ല. നമുക്ക് പോയിട്ട് വരാലോ. എല്ലാവർക്കും കൂടി പോയിട്ട് ഇങ്ങോട്ട് പോരന്നല്ലേ വേണ്ട. വൈകുന്നേരം ആകുമ്പത്തിനും തിരിച്ചെത്തുകയും ചെയ്യാം. പറയ്. അതെ, എനിക്ക് മോള് ഇതൊക്കെ പറഞ്ഞപ്പോ വരണമെന്നുണ്ട്. പക്ഷെ അവിടെ വലിയ വണ്ണായിട്ട് മൂക്കിൽ കൂടി കൊമ്പൊക്കെ വന്നിട്ട് ഒരു തരം ഒരു വലിയൊരു സാധനം ഉണ്ടാവൂലേ വെള്ളത്തിലാ കിടക്കുക. ഹിപ്പോപ്പൊട്ടാമസ് ആണോ? എന്നിട്ട് ഹിപ്പോപ്പൊട്ടാമസ് അതന്നെ അതൊക്കെ അവിടെ ഉണ്ട്. അത് പഴയ ഇതിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ മ്യൂസിയത്തില്. ഇവിടെ ഉണ്ടാവും. ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ല. പഴയതിലുണ്ട്. ഇപ്പൊ ഇതില് അത്യാവശ്യത്തിനുള്ള മൃഗങ്ങളുണ്ട്. നമുക്കൊന്ന് വെറുതെ ഇത്തിരി നടന്ന പോലെയായി എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന എല്ലാം കാഴ്ചകളും കാണാം. പക്ഷികളും പാമ്പുകളും എല്ലാ മൃഗങ്ങളും കാണാം. ഒന്ന് റെഡിയാവുക, നമുക്ക് പോയിട്ട് വരാം. ഇക്ക പറഞ്ഞു പണികളൊന്നും ചെയ്യണ്ടാന്ന്. ഉള്ള പണികളൊക്കെ നിർത്തി വെച്ചിട്ട് വേഗം റെഡിയാവാനാ പറഞ്ഞു. പിന്നെ അതൊക്കെ പിന്നെ നമുക്ക് എന്താ വേണ്ട, പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. നമുക്ക് വേണ്ടതൊക്കെ ഇപ്രാവശ്യം ഞാൻ മേടിച്ചു തരാം. അമ്മ വേഗം ഒന്ന് റെഡി ആയിട്ട് വായോ ഞങ്ങളൊപ്പം. പോവല്ലേ? നമ്മ വേഗം മാറ്റിക്കോ, ഞാനും പോയി മാറ്റാം. ഹലോ, അതെ 2 ടിക്കറ്റ് വേണമായിരുന്നു. സുവോളജിക് പാർക്ക്. ആണോ? അങ്ങോട്ട് വന്നിട്ട് വേണോ ടിക്കറ്റ് എടുക്കാൻ? അയ്യോ, ഞാനേ ഓൺലൈൻ ബുക്കിംഗ് കൂടി കണ്ടപ്പോഴേ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചതാ. അങ്ങോട്ട് വരണല്ലേ? ശരി. പഴയ സൂവിലൊക്കെ അങ്ങനെയായിരുന്നു, അങ്ങോട്ട് വന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണല്ലേ? ഓൺലൈൻ ഇല്ല അല്ലേ? ആയിക്കോട്ടെ. ശരി, എന്നാ ഞാൻ അറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ശരി എന്നാ ശരി. മോളെ കഴിഞ്ഞാ? അതെ, റെഡി ആയിക്കൊണ്ടിരിക്കണമ്മ. മോളെ ഉമ്മാന്റെ പർദ്ദ നോക്കിയേ. കുഴപ്പമില്ലല്ലോ. നല്ല രസമുണ്ടല്ലോ അമ്മ പർദ്ദ. ഇതേതാ? അടിപൊളിയായിട്ടുണ്ടല്ലോ. എനിക്കിഷ്ടല്ല മോളെ, ഇത് കണ്ട കല്ലൊക്കെ ആയിട്ടേ. അതിനെന്താ, നല്ല രസമുണ്ടമ്മ, നല്ല രസമുണ്ട്. അടിപൊളി പർദ്ദ. എപ്പോ മേടിച്ചതാ? എന്റെ ഉപ്പുള്ള സമയത്തേ ഉപ്പ അങ്ങനെ പുറത്ത് പോയപ്പോ ഒരിക്കൽ കോയമ്പത്തൂര് പോയപ്പോ വാങ്ങിട്ട് വന്നതാ. കൊറേ ആയി, പക്ഷെ എനിക്ക് ഇതൊക്കെ ആയതുകൊണ്ടേ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇടുന്നില്ല. നല്ല രസമുണ്ട്, ഇത് ഇട്ടാ മതി.
ഇത്തിരി മോഡലായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഉമ്മക്ക് നല്ല ചേർച്ച എന്തിനാ മോളെ മോഡല്? അതൊന്നും കുഴപ്പമില്ല. ഉമ്മ ഇതിട്ടാ മതി, നല്ല രസമുണ്ട്. നമ്മള് ടൗണിലേക്കൊക്കെ അല്ലേ പോണം, അങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകൾ ഇടാൻ പറ്റുക. അതിട്ടെ എനിക്ക് എന്നാ പിന്നെ മോള് ഇതുപോലെ ഒന്ന് ചുറ്റിത്താ അറിയില്ല, അതുകൊണ്ട് ഞാൻ ചുറ്റിത്തരാം. ഇങ്ങനെ കുത്തിപ്പോയാലേ പിന്നെ ഒന്നും നോക്കണ്ട നമുക്ക്. എനിക്കറിയില്ല കുത്താന്. സൂചിപ്പിന്നില്ലല്ലോ ഉമ്മ. അതല്ല ഞാൻ ചോദിക്കണം വെച്ചിരിക്കുന്നു, ഉമ്മ ഷുഗറിന്റെ ഗുളികൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നാ? അതെ, ഷുഗറിന്റെ ഗുളിക എന്തിനാ മോളെ കയ്യിൽ പിടിക്കണ? അല്ലമ്മ, നമ്മള് ഉച്ചക്കൊക്കെ ഭക്ഷണം അവിടെ ആവില്ലേ, പിന്നെ വൈകുന്നേരം അല്ലേ തിരിച്ചു വരിക. വല്ല തളർച്ച എന്തേലും വന്നാലോ? അപ്പൊ നമ്മ എടുത്തരാം മോളുടെ ബാഗിൽ. നമ്മ എടുത്തിട്ട് വായോ. നീ തള്ളപ്പിനെ എവിടേക്കാ ഒരുങ്ങിട്ടൊക്കെ? സാരിക്കുട്ടി, എവിടെ? അല്ല നിന്റെ ഉമ്മ എവിടേക്കാ പുറത്തേക്ക് ഡ്രസ് മാറിയിട്ട്? നിന്റെ ഉമ്മ വീട്ടിലേക്ക് പോണാ? നിങ്ങളല്ലേ പറഞ്ഞ്? എന്ത്? നിങ്ങളല്ലേ പറഞ്ഞ് ഏത് സുവോളജി പാർക്ക് ഉണ്ട് അങ്ങോട്ട് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും ഉമ്മയും കൂടി റെഡി ആവുമായിരുന്നു ഇത്രയും നേരം. നീ എന്ത് വർത്താനീ പറയണത്? നിന്റെ ഉമ്മ എന്തിനാ വരുന്നേ? എന്താ എന്റെ ഉമ്മ വന്നാല്? ഞാൻ നിന്റെ ഉമ്മാനെ കൂട്ടാനും നിന്റെ ഉമ്മാനെ കൂട്ടുമെന്ന് ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത്. എന്താ സെബിക്ക് എങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് ലീവല്ലേ, ലീവ് ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും പാർക്കിലേക്ക് പോയി ഒന്ന് സിനിമ ഒക്കെ കണ്ട് പുറത്ത് പോയി ബിരിയാണി ഒക്കെ കഴിച്ചു. നമ്മള് രണ്ടുപേരാ? ഉമ്മാനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണ്ടേ? ഉമ്മാനെ ഞാൻ പറത്തി കൊണ്ടുപോകാൻ പറ്റുമോ? ബൈക്കല്ലേ നമ്മുടെ ഉള്ളത്, നിനക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല. അപ്പൊ ചോദിക്കണ്ട എന്റെ അടുത്ത്. ഞാൻ ഉമ്മാനെ കൊണ്ടുപോകാനുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങള് റെഡിയാവാന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ വേഗം റെഡിയാവാന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന അതെ നിന്റെ ഉമ്മാനടുത്ത് മര്യാദയ്ക്ക് പോയിട്ട് പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞേ. എന്തെന്ന് ചോദിക്കാം, ഉമ്മ അത്രയും വരുന്നില്ല, ഞാൻ എന്റെ നിർബന്ധത്തിലാണ് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വല്ല പറഞ്ഞിട്ട് വന്നത്. ഞാൻ എങ്ങനെ ചെന്ന് പറയാ? നിങ്ങൾ ഇങ്ങനെ കാണിക്കില്ല കേട്ടാ. അതെ, നിന്റെ ഉമ്മാനൊന്നും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. മര്യാദയ്ക്ക് നിന്റെ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഡ്രസ്സ് അയച്ചു വെക്കാൻ പറ. നമുക്ക് രണ്ടുപേർക്കും പോവാ, പരിപാടികളൊക്കെ കാണാൻ ഇങ്ങോട്ട് വരാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വരില്ലാട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്മ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾ വിളിക്കുമ്പോഴത്തേനാണ് ചാടി കയറി റെഡി ആവാനും നിന്റെ ഉമ്മ നിന്നിട്ടില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആ പാവത്തിന്റെ മനസ്സിൽ ആഗ്രഹം കൊടുത്തത്. എന്നിട്ട് നിങ്ങളിപ്പോ പെട്ടെന്ന് വന്നുകൊണ്ട് നിന്റെ ഉമ്മ ഒന്നും വരില്ല, എല്ലാ കാര്യത്തിലും എനിക്കെതിരാണല്ലോ. എന്തെതിര്? ആളെന്താ നിന്റെ ഉമ്മാക്ക് എന്തിനാ ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം? നിന്റെ വീട്ടിൽ പോയി നിന്നൂടെ? നിന്നല്ലേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? എന്തിനാ നിന്റെ ഉമ്മയൊപ്പം അങ്ങോട്ട് പോകുന്നത്? എന്തൊരു കാര്യത്തിലേക്ക് എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാർക്കിലേക്ക് പോകണം നിന്റെ ഉമ്മ, എവിടേക്കെങ്കിലും വിരുന്നിന് പോകണം നിന്റെ ഉമ്മ. ഇത് എന്ത് നമുക്ക് രണ്ടുപേർക്കായിട്ട് പോകാനൊന്നും പറ്റില്ലേ? മനുഷ്യനെ സഹിക്കുന്നതിന് പരിധി ഉണ്ട് കേട്ടാ, കുറച്ചൊക്കെ മനസ്സിലാക്ക്. ഞാൻ നിന്റെ ഉമ്മാനെ കൊണ്ടുപോകാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് എന്തിനാ സഭ്യക്കന്മാര് വൃത്തിയായിട്ട സ്വഭാവം കാണിക്കണത്? നിങ്ങളെ ഉമ്മയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും. എന്റെ ഉമ്മ അവിടെ ഒറ്റയ്ക്ക് തന്നെ ഇല്ല. എന്റെ ഉമ്മയാണെങ്കിൽ ഞാൻ കാണിക്കില്ല. ഇതെന്റെ ഉമ്മയില്ലല്ലോ. മനസ്സിലായി. നിങ്ങളെ ഉമ്മാനെ പോലെ കാണാൻ പറ്റണില്ല, അത്രല്ലേ ഉള്ളൂ. നമുക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഇനിയിപ്പൊ ഉമ്മാന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആഗ്രഹിപ്പിച്ചതിന് എന്താ ചെയ്യണ്ടേ? അതെ, ഒന്നും വേണ്ട, നീ റെഡി ആവാൻ നോക്ക്. നിന്റെ ഉമ്മയൊന്നും ആവശ്യമില്ല. ഇവിടെ ഇരിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ഒന്നും പറയാനില്ല. ഈ വയസ്സാം കാലത്ത് മിണ്ടാണ്ട് കുടുംബത്തെ അടങ്ങി ഇരിക്കാൻ പറയും. അവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് എന്തിനത്? നമ്മളാണ് കാണാൻ പോണ്ടത്, മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന പോലെയൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കണത്. ഉമ്മ അല്ലാണ്ട് ഞാൻ ഇന്ന് എങ്ങോട്ടും വരുന്നില്ല കേട്ടാ. ഇക്ക പോവാണെങ്കിൽ പോയിക്കോ. എന്താ ഒരു ജാതി സ്വഭാവം തന്നെ കാണിക്കുന്നത്? നിങ്ങളെ ഉമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ. അവരെയും കൂട്ടിട്ട് പോവന്നെയല്ലേ. അത് എന്റെ ഉമ്മയാണ്, എനിക്ക് അവരെ കഴിച്ചിട്ടുള്ള കാര്യങ്ങളല്ലോ. നിങ്ങൾ മാറിക്കേ. ഓ, എപ്പോ നോക്കിയാലും ഉമ്മ 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 എന്ത് തേങ്ങയാണ്. എപ്പോഴാണ് ആ തള്ളപ്പടിക്ക് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളാൻ തോന്നിയത്? നിങ്ങളെവിടെ? ബാക്കത്തെ ബാത്റൂമിലേക്ക് പോകാനും വേണ്ട. ഉമ്മയോട് അമ്മ ഇവിടെ ഇരിക്ക. ഉമ്മ എന്താ പർദ്ദി മഫ്തൊക്കെ ഊരി വെച്ചിട്ട് നെയ്റ്റിട്ടിരിക്കുന്നത്? നമ്മള് റെഡി ആയതല്ലേ? ഉമ്മ എന്ത് മാറ്റി? അതെ, ഉമ്മക്ക് പെട്ടെന്നൊരു തലവേദന. എന്തിറ്റി? ഭയങ്കര തലവേദന മോളെ. എന്തേ അമ്മ? അറിയില്ല, പെട്ടെന്നൊരു തലവേദന. അപ്പൊ ഞാൻ വരുന്നില്ല, മക്കള് പോയിട്ട് പോയി. ഉമ്മ വരുന്നില്ലെന്ന്? വാമ പോവാ, ഞാൻ പറഞ്ഞല്ലേ രാവിലെ അത്രയും കാര്യങ്ങള്. മോള് പോയിട്ട് വാ, മോളും അവനും കൂടി പോയിട്ട് മോനും കൂടി. വേണ്ട ഉമ്മയും വായോ, ഒക്കെ റെഡിയാക്കി. ഞാൻ അടിപൊളിയായിട്ട് മഫ്തൊക്കെ കുത്തിന്നിട്ട് ഉമ്മ ഇപ്പൊ ഇവിടെ നീട്ടിട്ട് തലവേദനിക്കണ പറഞ്ഞിട്ട് ഇരിക്കുക. അതൊന്നും കുഴപ്പമില്ല, ഉമ്മ വായോ. അതെ, മോളും
മോനും കൂടെ പോയിട്ട് പോയോ, അതാണ് നല്ലത്. എനിക്ക് പെട്ടെന്ന് തല കറങ്ങണ പോലെ, പിന്നെ പലവേദനയും വന്നു. എനിക്കൊരു സുഖമില്ല മോളെ, വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എന്താ ഇത് വയ്യാത്തോടെ വന്നാൽ ശരിയാവില്ല. നിങ്ങൾ പോയിട്ട് പോയോ, അതാണ് നല്ലത്. നമ്മ വീട്ടിലിരുന്നോണ്ട്. ഉമ്മ ഇക്ക പറയണത് കേട്ടിട്ടാണോ ഇങ്ങനെ പറയണ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന്? ഉമ്മ വരുന്നതിൽ ഇപ്പൊ ഞങ്ങൾക്ക് എന്തിട്ടാ ബുദ്ധിമുട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാനുള്ളതല്ലേ ഉള്ളൂ. ഉമ്മ വായോ? ഇക്ക പറയണ ഒന്നും കേട്ടില്ല മോളെ. ഞാൻ ആ റൂമിലായിരുന്നു. എനിക്ക് പെട്ട ഷുഗർ കൂടിയോ എന്താന്ന് അറിയില്ല. ഷുഗർ ഒന്നും കൂടി ഉണ്ടാവില്ല. ഉമ്മ വെറുതെ ഓരോന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉമ്മ ഇല്ലെങ്കിൽ ഞാനും പോണില്ല കേട്ടാ. അങ്ങനെ പറയല്ലേ മോളെ. അവ ഒരു ദിവസം ലീവുള്ള സമയത്ത് മോളെയും കൊണ്ട് പുറത്തു പോകണം പറയുമ്പോ അതൊരു സന്തോഷല്ലേ. മോള് പോയിട്ട് പോവാ, അതാണ് ചന്തം. അല്ലാണ്ട് നമ്മളൊക്കെ എന്തിട്ട മോളെ ഉമ്മ വരാണ്ട് ഇപ്പൊ ഞാൻ എവിടേക്കും പോണില്ല. ഞാൻ ഉമ്മനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ എങ്ങനെയാ പോവാ? ഞാൻ ഇരുന്നോണ്ട് മോളെ വാതിലൊക്കെ അടച്ചിട്ട് ഇപ്പൊ എല്ലാം നീ മോള് വരുമ്പോഴേക്ക് ഞാൻ ഇതെല്ലാം ചെയ്ത് വെക്കാം. മോള് പോയിട്ട് പോയോ, അതാണ്. ആഗ്രഹിച്ച് വിളിക്കുമ്പോ വരില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. മോള് പോയിട്ട് പോവാ, അതാണ്. എനിക്ക് വയ്യാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ മോളിപ്പോ ഇതൊക്കെ ചെയ്തു തന്നല്ലേ. ഞാന് മരുന്നെടുത്തിട്ട് പോവാന്ന് പറഞ്ഞില്ലേ, മരുന്നെടുക്കാൻ പോകുമ്പോ എനിക്ക് തലയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങണ പോലെ. അതാണ് അതൊക്കെ ഊരി വെച്ചിട്ട് നമ്മളിവിടെ ഇരുന്നത് മോളെ. അതുകൊണ്ടാണ്. മോള് പോയിട്ട് പോയ ഉമ്മ ഉണ്ട് ഇരുന്നോണ്ട് വീട്ടില്. ഉമ്മ ഈ വയസ്സുകാലത്ത് വന്നിട്ട് എന്തിട്ട് കാണാനാ മോളെ? എനിക്കതിന്റെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. പിന്നെ മോൾ അത്രയും വിളിച്ചപ്പോ വന്നാണ്. എനിക്ക് വയ്യ കണ്ടില്ലേ. മോള് പോയിട്ട് പോയ, അതാണ് നമ്മ പോണില്ലെങ്കിൽ ഞാനും അങ്ങോട്ട് അയ്യോ അങ്ങനെ പറയില്ല മോളെ. മോള് പോയിട്ട് പോവാ. അത് അത് നിങ്ങൾ ചെറുപ്പം, നിങ്ങളാണ് പോകേണ്ടത്, അല്ലാണ്ട് ഉമ്മ പോകേണ്ടത്. മോള് പോ, എന്ത് ചേച്ചി മോള് പോ, ചെല്ലി മോട് നോക്കിയിരിക്കില്ല, ശ്രദ്ധിച്ചിരിക്കില്ല. നോക്കിയിരിക്കും. ഉമ്മാനെ പറ്റി മോൾക്കൊന്നും പേടി വേണ്ട. മോള് പോയിട്ട് എവിടെ നീ വരാനായില്ലേ? ചെമ്പിക്കോ. ആ എവിടെ നിന്റെ ഉമ്മ എവിടെ? ഉമ്മക്ക് എന്തോ ചെറിയ തലകറക്കന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യം. തല ഇറങ്ങിയിട്ട് എവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയിട്ട് വരാവായോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഉമ്മ വന്നില്ല കൊമ്മ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പാർക്കിൽ പോയിട്ട് മുഖം വീർപ്പിച്ച് നടന്നിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ ആ. വരികയാണെങ്കിൽ നേമജായിക്ക് വായോ. നിർത്ത്. ഇരുന്നാ പോവാ.